പ്രിയമുള്ളവരെ, 2025 ലോഗോസിന് ഉറപ്പായും ചോദിക്കുന്ന ഏതാനും ചോദ്യങ്ങൾ POC മുൻകൂട്ടി നൽകിയിട്ടുണ്ട്. അതിൻ്റെ രണ്ടാമത്തെ വീഡിയോയാണിത്. ന്യായാധിപന്മാർ 12-ാം അധ്യായം. 25 ചോദ്യങ്ങളാണ് ഈ അധ്യായത്തിൽ നിന്ന് നൽകിയിട്ടുള്ളത്. ഇത്രയും ചോദ്യങ്ങൾ പഠിച്ചാൽ ഉറപ്പായും 5-6 ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. 11-ാം അധ്യായത്തിലെ 14 ചോദ്യങ്ങളും ഒരു എക്സ്ട്രാ ക്വസ്റ്റ്യനും കഴിഞ്ഞ വീഡിയോയിൽ നൽകിയിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് കാണാത്തവർ അതുകൂടി കാണേണ്ടതാണ്. ചോദ്യം 15. യുദ്ധത്തിനൊരുങ്ങി എഫ്രായിംകാർ എവിടേക്കാണ് ചെന്നത്? സഫോണിലേക്ക്. 16. അമ്മോന്യരോട് യുദ്ധം ചെയ്യാൻ നീ അതിർത്തി കടന്നപ്പോൾ നിന്നോടൊപ്പം വരാൻ ഞങ്ങളെ വിളിക്കാഞ്ഞതെന്തുകൊണ്ട്? നിന്നെയും നിന്റെ ഭവനത്തെയും ഞങ്ങൾ അഗ്നിക്കിരയാക്കും. ജഫ്തായോട് ഇങ്ങനെ പറഞ്ഞതാര്? എഫ്രായിംകാർ. 17. ആരോട് പറഞ്ഞു? ഞാനും എൻ്റെ ജനവും അമ്മോന്യരുമായി വലിയ കലഹത്തിലായി. ഞാൻ നിങ്ങളെ വിളിച്ചപ്പോൾ അവരുടെ കൈകളിൽ നിന്ന് നിങ്ങൾ എന്നെ രക്ഷിച്ചില്ല. ജഫ്ത എഫ്രായിംകാരോട്. 18. എഫ്രായിംകാർ തന്നെ രക്ഷിക്കുകയില്ലെന്ന് കണ്ടപ്പോൾ താൻ എങ്ങനെ അമ്മോന്യർക്കെതിരെ ചെന്നു എന്നാണ് ജഫ്ത പറഞ്ഞത്, തന്റെ ജീവൻ കയ്യിലെടുത്ത്. ചോദ്യം 19. ജഫ്ത ഗിലെയാദുകാരെയെല്ലാം ഒന്നിച്ചുകൂട്ടി യുദ്ധം ചെയ്തത് ആരോടാണ്? എഫ്രായിമിനോട്. 20-ാമത്തെ ചോദ്യം. ഗിലെയാദുകാർ എഫ്രായിംകാരെ തകർത്തു കളഞ്ഞതിന് കാരണമെന്ത്? ഗിലെയാദുകാർ എഫ്രായിമിന്റെയും മനാസയുടെയും ഇടയിൽ വെറും അഭയാർത്ഥികളാണെന്ന് എഫ്രായിംകാർ പറഞ്ഞു. 21. എഫ്രായിംകാരോട് എതിർത്ത് ഗിലെയാദുകാർ പിടിച്ചെടുത്തത് എന്ത്? ജോർദാന്റെ കടവുകൾ. 22-ാമത്തെ ചോദ്യം. എഫ്രായിമിൽ നിന്ന് ഒരു അഭയാർത്ഥി എപ്പോഴെങ്കിലും ഓടിപ്പോകുമ്പോൾ അക്കരയ്ക്ക് പൊയ്ക്കൊള്ളട്ടെ എന്ന് ചോദിച്ചാൽ അവനോട് ഗിലെയാദുകാർ ചോദിക്കുന്നത് എന്ത്? നീ ഒരു എഫ്രായിംകാരനോ? 23. നീ ഒരു എഫ്രായിംകാരനോ എന്ന ചോദ്യത്തിന് അല്ല എന്ന് അഭയാർത്ഥി ഉത്തരം പറഞ്ഞാൽ അവനോട് ഉച്ചരിക്കാൻ പറയുന്ന വാക്കേതായിരുന്നു? ഷിബോലത്ത്. 24. ഷിബോലത്ത് എന്ന് ശരിയായി ഉച്ചരിക്കാതെ സിബോലത്ത് എന്ന് പറയുന്നവനെ ഗിലെയാദുകാർ പിടിച്ചു കൊന്നിരുന്നത് എവിടെ വെച്ച്? ജോർദാന്റെ കടവുകളിൽ വെച്ച്. 25. ഷിബോലത്ത് എന്ന് ശരിയായി ഉച്ചരിക്കാത്തതിനാൽ വധിക്കപ്പെട്ട എഫ്രായിംകാർ എത്ര? 40,000 എഫ്രായിംകാർ, അതായത് 42,000. 26. ജഫ്ത ഇസ്രായേലിൽ എത്ര വർഷം ന്യായപാലനം നടത്തി? 6 വർഷം. 27. ഗിലെയാദുകാരനായ ജഫ്ത അടക്കപ്പെട്ടത് എവിടെയാണ്? സ്വന്തം പട്ടണമായ ഗിലെയാദിൽ. 28. ആരാണ് ജഫ്തായ്ക്കു ശേഷം ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത്? ഇബ്സാൻ. 29. ഇബ്സാൻ ഏതു നാട്ടുകാരനായിരുന്നു? ബെത്ലഹേംകാരൻ. 30. ഇബ്സാൻ എത്ര വർഷം ഇസ്രായേലിൽ ന്യായപാലനം നടത്തി? 7 വർഷം. 31. ഇബ്സാൻ അടക്കപ്പെട്ടത് എവിടെ? ബെത്ലഹേമിൽ. 32. ഇബ്സാനു ശേഷം ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത് ആര്? സെബുലൂൻകാരനായ ഏലോൻ. 33. ഏലോൻ എത്ര വർഷമാണ് ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത്? 10 വർഷം. 34. ഏലോനെ സംസ്കരിച്ചത് എവിടെ? സെബുലൂൻ ദേശത്ത് അയ്യാലോണിൽ. 35. ഏലോനു ശേഷം ആരാണ് ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത്? പിറധോന്യനായ ഹില്ലേലിന്റെ മകൻ അബ്ദോൻ. 36. അബ്ദോന് എത്ര പുത്രന്മാരുണ്ടായിരുന്നു? 40 പുത്രന്മാർ. 37. അബ്ദോന് എത്ര പൗത്രന്മാരുണ്ടായിരുന്നു? 30 പൗത്രന്മാർ. 38. അബ്ദോന്റെ പുത്രന്മാർക്കും പൗത്രന്മാർക്കും സഞ്ചരിക്കാൻ എത്ര കഴുതകൾ ഉണ്ടായിരുന്നു? 70 കഴുതകൾ. 39. എത്ര വർഷം അബ്ദോൻ ഇസ്രായേലിൽ ന്യായപാലനം നടത്തി? 8 വർഷം. ഇവിടെ ഒരു എക്സ്ട്രാ ക്വസ്റ്റ്യൻ നൽകിയിട്ടുള്ളത് ഇബ്സാന് എത്ര പുത്രിമാർ ഉണ്ടായിരുന്നു എന്നതാണ്. അതിന്റെ ഉത്തരം നിങ്ങൾ അറിയാമെങ്കിൽ കമന്റ് ചെയ്യുക. ഇല്ലെങ്കിൽ ബൈബിളിൽ ന്യായാധിപന്മാർ 12-ാം അധ്യായം വായിച്ച് ഉത്തരം കണ്ടുപിടിച്ച് കമന്റ് ചെയ്യുക. എക്സ്ട്രാ ക്വസ്റ്റ്യൻ AB വിഭാഗത്തിൽപ്പെട്ടവർക്ക് പഠിക്കേണ്ടതില്ല. POC ഈ നൽകിയിരിക്കുന്ന ചോദ്യങ്ങളിൽ നിന്ന് 78 ചോദ്യങ്ങൾ വരെ ചോദിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കൊരു 70-ന് മുകളിൽ മാർക്ക് ഉറപ്പായും വാങ്ങാൻ കഴിയും. 100 മാർക്കും വാങ്ങണമെന്ന് ആഗ്രഹമുള്ളവർ ബൈബിൾ മുഴുവനും പഠിക്കേണ്ടതുണ്ട്. ബൈബിളിലെ മുഴുവൻ ഭാഗങ്ങളും ഉൾപ്പെടുത്തി നമ്മളൊരു പഠന സഹായി തയ്യാറാക്കിയിട്ടുണ്ട്. വളരെ കുറച്ച് കോപ്പികളെ ഇനി അവൈലബിൾ ആയിട്ടുള്ളൂ. അത് ആവശ്യമുള്ളവർക്ക് നൽകുന്നതായിരിക്കും. പഠന സഹായിയുടെ 200 രൂപ ഗൂഗിൾ പേ ചെയ്ത് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് 200 രൂപ ഗൂഗിൾ പേ ചെയ്ത് നിങ്ങളുടെ അഡ്രസ്സും കൂടി അയച്ചു തന്നാൽ പുസ്തകം സ്പീഡ് പോസ്റ്റ് ആയി നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും.